Hello guys, I am Rahulaj. Welcome back to my channel Unboxing Joe. അപ്പോൾ ഞാൻ ഇന്ന് അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു റെഡ്മിയുടെ പുതിയൊരു ഡിവൈസ് ആണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ Y3 എന്ന് പറയുന്ന ഒരു എഡിഷൻ ആണ്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതിലൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾക്ക് മുമ്പിൽ ഒരു ഡിവൈസ് കാണിച്ചില്ല. ഡിവൈസ് നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ തട്ടേ കണ്ട് കാണാൻ റെഡ് ബോക്സ് ഇരുന്നത്. അപ്പം ഇതാണ് ഡിവൈസ്. നമുക്ക് വീഡിയോ about to blow back up. Here I'll never let the doubt creep in. Gotta pop a couple more aspirin. I don't think I'll ever let you in. Easier to break it off best friends. I don't really understand myself. I don't really understand, need help. I don't wanna be left on the shelf. Couldn't even hear me if I yelled. It's so cold outside. I'm alone. ഇപ്പം ഗൈസ് നമുക്ക് Y3 ഒന്ന് അൺബോക്സ് ചെയ്യാം. അതിന് മുമ്പ് ഇതിന് ബോക്സ് പാക്കിൻ്റെ ബാക്കിലുള്ള സ്പെക്ക് ഒന്ന് നോക്കാം. നമുക്ക് ആ സ്പെക്കാണ് ഏറ്റവും പ്രധാനം. നമുക്കത് നോക്കിക്കളയാം. അപ്പോൾ ഇതിന് വരുന്നത് സ്പെക്കാണ്. നമുക്ക് ഇതിൻ്റെ ചിപ്സെറ്റ് ആദ്യം നോക്കാം. Qualcomm Snapdragon 632 ആണ് ഇതിന് വരുന്നത്. അതുപോലെ ഫ്രണ്ട് സെൽഫി വരുന്നത് 32 MB സെൽഫി ക്യാം വരുന്നുണ്ട്. 15.9 സെൻറ്റിമീറ്റർ 6.26 HD പ്ലസ് ഫുൾ സ്ക്രീൻ നോച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. 4000 mAh ഹൈ കപ്പാസിറ്റി ബാറ്ററിയാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പെക്ക് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇത് MIUI 10 അതിലും ആൻഡ്രോയിഡ് OSലുമാണ് ഇത് പ്രവർത്തിക്കുന്നത്. ആൻഡ്രോയിഡ് പൈ ആണ് ഇതിൻ്റെ ഇത്. അപ്പോൾ നമുക്ക് ബോക്സ് പാക്ക് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഓൾറെഡി പൊട്ടിച്ച ബോക്സാണ്. കടയിൽ നിന്ന് എടുത്തപ്പോൾ ഒന്ന് പൊട്ടിച്ചു. നമുക്ക് അൺബോക്സ് ചെയ്യാൻ പോകാം. ഫസ്റ്റ് വേറൊരു ബോക്സ് കാണാം. അത് നമ്മുടെ ഈ ഫോണിൻ്റെ കേസും സംഭവങ്ങളൊക്കെ വരുന്ന ബോക്സാണ്. അപ്പോൾ ഇത് പിന്നീടാണ് ഫോൺ ഇരിക്കുന്നത്. നമുക്കിപ്പോൾ ഫോണൊന്നും ഇങ്ങോട്ട് മാറ്റി വെക്കാം. വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ബോക്സിൽ. പിന്നെ വരുന്നത് ഒരു ചാർജറുണ്ട്. അഡാപ്റ്ററാണ് ഇതിനോട് വരുന്നത്. ചാർജർ അഡാപ്റ്റർ വരുന്നത് നമുക്കൊരു 5 വാൾട്ട് 2 ആംപിയർ ചാർജർ അഡാപ്റ്റർ വരുന്നത്. നമുക്ക് വേറെ ഒന്നും തന്നെ അഡാപ്റ്റർ എഴുതിയിട്ടില്ല. പ്രത്യേകിച്ചൊന്നും വലുതായിട്ടൊന്നും അവർ എഴുതിയിട്ടില്ല ചാർജറിൽ. എല്ലാം വരുന്ന അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ ചെറുതായിട്ട് എഴുതി ടെസ്റ്റ് കൊടുക്കും. പിന്നെ ഒരു കേബിൾ, നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു കേബിളാണ് വരുന്നത്. ഇനി നമുക്ക് ഫോൺ നോക്കാം. അപ്പോൾ ഇതാണ് ഫോണിൻ്റെ കളർ ഡിസൈൻ നിങ്ങൾ കണ്ടല്ലോ. നല്ലൊരു കളറാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ വേരിയൻ്റ് എന്ന് വെച്ചാൽ എലിഗേറ്റ് ബ്ലൂ എന്നാണ് ഇതിൻ്റെ കളർ. അപ്പോൾ ഇത് ഈ ബ്ലൂ കളർ, ഇവിടെ ഒരു ബ്ലൂ കളറും ഇവിടെയും ബ്ലൂ ഉണ്ട്, നടുക്കൂടെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലൂവിനകത്ത് 2-3 കളറായിട്ട് നമുക്ക് തിളങ്ങുന്നതാണ്, ഒരു മഴവില്ലിൻ്റെ ഒക്കെ കൂട്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 3GB 32GB വേരിയൻ്റ് ആണ് എടുത്തേക്കുന്നത്. അപ്പം ബാക്ക് സ്റ്റിക്കർ ഞങ്ങളൊന്നും ഇളക്കിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഫ്രണ്ട് ടെമ്പർ ഗ്ലാസ് ഒട്ടിക്കാൻ വേണ്ടി കടയിൽ വെച്ചൊന്ന് അൺബോക്സ് ചെയ്തായിരുന്നു. എന്നിട്ടാണ് ഈ പ്രോഡക്റ്റ്. അപ്പോൾ നമുക്കൊന്ന് ബൂസ്റ്റ് ചെയ്യാം ഫോണെന്ന്. ഇപ്പോൾ ബൂട്ടായി വരുന്നതിന് മുമ്പ് നമുക്ക് ചെറിയ ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ചെറിയ ബോക്സ് ഫസ്റ്റ് ഇത് ബോണറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സിം ഇജക്ടർ ടൂള്. പിന്നീട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു കേസാണ് വരുന്നത്. ഇപ്പോൾ ഇത് സാധാ നോർമൽ റെഡ്മിയുടെ കേസ് പോലല്ല, ഇച്ചിരി നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള കേസാണ്. നല്ല ഫിക്സിബിൾ ആയിട്ടുള്ള കേസ്, നല്ലൊരു ക്വാളിറ്റി ഉള്ള കേസാണ്. പിന്നീട് അതിൻ്റെ മാനുവൽ ഗാർഡൊക്കെയാണ് വരുന്നത്, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ഫോണൊന്ന് ബൂട്ടായിട്ടുണ്ട്. നമുക്ക് ഫോണൊന്ന് ബൂട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പച്ചപ്പി കൊണ്ടുവച്ചിട്ട് നോക്കിയതാണ്. അപ്പോൾ ഫോണൊന്ന് ബൂട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ്, സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു കളറാണ്. ഇപ്പം നമുക്ക് എലിഗേറ്ററിൽ ബ്ലൂ ആണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഇപ്പം ഫോണൊന്ന് ഡിസ്പ്ലേ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. വലിയ ഇതൊന്നും ഇല്ല. നമുക്ക് ആ ഒരു ഫോണിൽ എല്ലാ UI എല്ലാം അതുപോലെ തന്നെയാണ്. പൈയിലാണ് ഇത് വർക്ക് ആവുന്നത്. നമുക്കൊന്ന് നോക്കാം. ആൻഡ്രോയിഡ് പൈ ആണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു സോഫ്റ്റ്വെയർ ആണ്. ഇനിയിപ്പോൾ ആൻഡ്രോയിഡ് 10 അപ്ഡേറ്റ് ഒക്കെ ഇതിന് കിട്ടും. അതുപോലെ ഇപ്പം MIUI 12 അധികം വൈകാതെ അപ്ഡേറ്റ് വന്ന് മാറും. ഇപ്പോൾ ഇതിൻ്റെ വേർഷൻ എന്ന് പറഞ്ഞാൽ MIUI 10 തന്നെയാണ് ഇതിൻ്റെ വേർഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ കേസ് ഇതിന് സിം ഉപയോഗിക്കാൻ പറ്റുന്ന ഡിവൽ സിമ്മും മെമ്മറി കാർഡും കൂടെ നമുക്ക് ഒരേ സമയം ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഡെഡിക്കേറ്റഡ് സ്ലോട്ടൊക്കെ ഉള്ള ഒരു സിം അഡാപ്റ്ററാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ MIUI 10 പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നെറ്റ് കണക്ഷനൊക്കെ ചെയ്യുവാണെങ്കിൽ MIUI 11 അപ്ഡേറ്റ് വരും. അതിനുശേഷം വരുന്ന അപ്ഡേറ്റുകളെല്ലാം ഇതിൽ ലഭ്യമായിരിക്കും. അപ്പോൾ നല്ലൊരു ഫോൺ തന്നെയാണ്. 3.3GB 32GB വേരിയൻ്റ് ആണ് ഇത് വരുന്നത്. അപ്പോൾ നല്ലൊരു ഫോണാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 8,800 വരും നമ്മൾ ഓൺലൈനിൽ നിന്ന് എടുക്കുവാണെങ്കിൽ. അപ്പോൾ ഓൺലൈൻ പീസ് ആണെങ്കിൽ 8,500. നമ്മൾ മാർക്കറ്റിൽ നിന്ന് എടുക്കുവാണെങ്കിൽ 9,000 സംതിങ് ഒക്കെ വരും നമുക്ക് പ്രൈസ്. അപ്പം ഈ 3GB വേരിയൻറ്റിൻ്റെ 4GB വരുവാണെങ്കിൽ 10-11 രൂപ റേറ്റ് വരും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് നമ്മുടെ മാർക്കറ്റിലൊക്കെ വന്നേക്കുന്നത്. ആമസോൺ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിലും
മാർക്കറ്റിലും തമ്മിൽ റേറ്റിങ്ങിന് തമ്മിൽ ഒരു നമുക്ക് ഇതിൻ്റെ ഫോട്ടോ ക്യാമറ ക്വാളിറ്റിയിലോട്ടൊക്കെ പോകാൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ജസ്റ്റ് ബാക്ക് ക്യാമറ വരുന്നത് 13+2 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമാണ് ഫ്രണ്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബാക്കിലെ ക്യാമറ ഉപയോഗിച്ചെടുത്തേക്കുന്ന ചെറിയൊരു പിക്ചറൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ സ്ക്രീൻഷോട്ടായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ക്യാമറ സെൽഫി ബേസ്ഡ് ആയിട്ടുള്ള എടുത്ത ക്വാളിറ്റീസൊക്കെ നോക്കാം. വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും 32 മെഗാ പിക്സൽ ക്വാളിറ്റിയൊക്കെ ഇത് ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്ക് ക്യാം ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി നമുക്ക് ബാക്ക് ക്യാമക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ബ്രൈറ്റൻസ് ഒക്കെ കൂട്ടാൻ, പിന്നെ കുറേ അധികം ഫീച്ചേഴ്സ് HDR, അതുപോലെ കുറേ മോഡ്സ് വന്നിട്ടുണ്ട്. പിന്നീടുള്ള മോഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മേളിൽ കൊടുത്തേക്കുന്ന സാധാ പഴയ ഫോണിൽ വരുന്ന അതേ മോഡ്സൊക്കെ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. പോർട്രേറ്റ്, അങ്ങനെ കുറേ മോഡ്സ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഗൈസ് പോർട്രേറ്റ് ഇമേജ് ഒന്നും ഓവറോൾ കുഴപ്പമില്ല, എന്നാലും വലിയ ഇമ്പ്രൂവ്ഡ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല അവർ. കുഴപ്പമില്ല, അത്യാവശ്യം നോർമൽ ക്വാളിറ്റിയിൽ പോർട്രേറ്റ് മോഡ് നല്ലതാണ്. അതുപോലെ പനോരമ പ്രോ മോഡൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. വീഡിയോ ക്യാമറയിൽ നമുക്ക് വരുന്നത് ഫുൾ HD 180 പിക്സൽ 32 FPS ആണ് വരുന്നത്. പിന്നീട് 60 FPS നമുക്ക് യൂസ് ചെയ്തിട്ട് വീഡിയോ ക്വാളിറ്റി നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ വീഡിയോ ഇൻകോഡർ നമുക്ക് വരുന്നത് H.264 ഹൈ കംപ്ലീറ്റബിളി ആണ് വരുന്നത്. പിന്നെ വീഡിയോ സ്റ്റെബിലൈസേഷൻ ഉണ്ട്, ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞൊരു വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇന്നത്തെ അൺബോക്സിങ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെ ഇനിയും വേണമെങ്കിൽ, ഇതിനെക്കുറിച്ചുള്ള ഇനിയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ പാർട്ട് 2 സീരീസ് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഓവറോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഫോൺ തന്നെയാണ്, നമുക്ക് മേടിക്കാൻ നല്ല പറ്റുന്നൊരു ഫോൺ തന്നെയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഫോൺ തന്നെയാണ്. നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നല്ലൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോൺ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എനിവേ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ.